ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. ഒരുപാട് കാര്യങ്ങളൊന്നും എപ്പിസോഡിനെ കുറിച്ച് പറയാനില്ല. ഒരു 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിനു മുൻപ് എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞിട്ടാണ് ഓണം വിഷ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് തിരക്കുകൾക്കിടയിൽ പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്. ഞാൻ എല്ലാ പ്രാവശ്യവും വന്നിട്ട് ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ കഴിയുന്നതും എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വീക്കെൻഡ് എപ്പിസോഡ്, ലാലേട്ടൻ വന്ന് തകർത്താടിയ എപ്പിസോഡ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. 3 കാര്യങ്ങൾ. രാഹുൽ ഈശ്വർ പറയുന്ന പോലെ അഭിലാഷെ 3 ചോദ്യങ്ങളാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ് 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അനുമോളോട് ലാലേട്ടൻ കാണിച്ച ആ ഒരു ദേഷ്യം, അത് ഫെയർ ആയിരുന്നു. എല്ലാവരും അത് ആഘോഷിക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രമോ വന്ന സമയം മുതൽ എല്ലാവരും ആ കാര്യത്തെ വളരെയധികം ലാലേട്ടൻ നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുണ്ട്. പിന്നെ മസ്താനിയുടെ ചീപ്പ് ഷോ, അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതിനുശേഷം എല്ലാവരും ആഗ്രഹിച്ച പോലെ രേണു സുധി പുറത്തായിരിക്കുകയാണ്, വാക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. വാക്കൗട്ടൊന്നും പറയാൻ പറ്റില്ല, അവരെടുത്ത് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കയറിയ നെക്സ്റ്റ് വീക്ക് മുതൽ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഋതപ്പനെ കാണണം, എനിക്ക് കിച്ചുനെ കാണണം, എനിക്ക് അവിടെ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ പേരിൽ ഒരു വാണിംഗ് കൊടുത്തു. ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ടാസ്കിൻ്റെ സമയം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇത് പറയുന്നു, അല്ലെങ്കിൽ അതിനകത്തിരുന്ന് ഇങ്ങനെ പറയുന്നു. ഇത് പറഞ്ഞ് എത്രയെന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോഴേക്കും ഇല്ല ലാലേട്ടൻ, അത് ഞാൻ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഇതൊരു സ്ഥിരം പല്ലവി ആയപ്പോൾ അവർക്ക് തന്നെ മടുത്തു. പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. വെറുതെ ഒരാളെ അവിടെ നിർത്തി കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അവർ എടുത്ത് പുറത്തിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ലാലേട്ടൻ അനുമോളുടെ ജിസേലിനും ആരിനും എതിരായിട്ടുള്ള അലിഗേഷൻ്റെ വീഡിയോ എടുത്തിട്ട് കൊടുത്തു. ആ വീഡിയോ കാണിക്കുന്നതിന് മുൻപായിട്ട് അവിടേക്ക് എത്താനുള്ള സാഹചര്യം എന്താണെന്ന് കാണിക്കണമായിരുന്നു. എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അനുമോളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, ആരെയും സപ്പോർട്ട് ചെയ്തില്ല. എനിക്കിത് അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മുൻപത്തെ അനുമോളായിരുന്നുവെങ്കിൽ കരഞ്ഞു മെഴുകി അവിടുത്തെ ആ ഒരു സീൻ വല്ലാത്തൊരവസ്ഥ എത്തിച്ചാണ്. പക്ഷേ ഇന്നലെ അത്രയും ബോൾഡായിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മളായിക്കോട്ടെ ഒരു കാര്യം കണ്ടു എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പം അനുമോൾ കണ്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല, കണ്ടത് അനുമോൾ ആയതുകൊണ്ട്. ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ടില്ല അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അവിടെ ആരും കണ്ടില്ല എന്ന് കരുതിയിട്ട് അനുമോൾ കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അനുമോൾ പറയാണ് ഞാൻ കണ്ടു, അതിന് വേറെ തെളിവൊന്നുമില്ല. ആദ്യ അവസാനം വരെ ആ കുട്ടി പറയുന്നത് ഞാൻ അത് കണ്ടു എന്നാണ് പറയുന്നത്. ബാക്കി ഹൗസ്മേറ്റ്സ് ആരും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഹൗസ്മേറ്റ്സ് ആരും അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല, അവിടുത്തെ രീതി അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ലാലേട്ടനോട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അനുമോൾ കണ്ടു എന്ന് പറയപ്പെടുന്ന ആ വീഡിയോ കാണിക്കണമായിരുന്നു. കാണിച്ചില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അനുമോളുടെ PR അല്ല. അനുമോളുടെ ഗെയിം പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യ അവസാനം വരെയും താൻ പറഞ്ഞ നിലപാടിൽ അനുമോൾ ഉറച്ചു നിന്നു. ഇനി അനുമോളുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അനുമോൾക്ക് കൂടെ ആളുകളെ നിർത്താൻ അറിയില്ല. കൂടെ നിന്നവരെല്ലാം അനുമോളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അനുമോളെ എല്ലാവരും പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കണമെന്നൊരു ആഗ്രഹമാണ് ആ കുട്ടിക്കുള്ളത്. മുൻപത്തെ ഷോസിലൊക്കെ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അതുപോലത്തെ ഷോ അല്ലല്ലോ ബിഗ് ബോസ്. ബിഗ് ബോസ് ഇത് എൻ്റർലി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എന്നെ എല്ലാവരും പാമ്പർ ചെയ്യണം, എല്ലാവരും ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് അനുമോൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അനുമോളുടെ കാര്യത്തിലൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത്, കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അനുമോൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ കോണ്ടന്റ് ഉണ്ടാക്കുന്ന 2 പേരെ ഞാൻ കണ്ടുള്ളൂ. ഒന്ന് അനീഷ്, മറ്റത് അനുമോൾ. വേറെ ആരും അങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കുന്നതായിട്ട് പുറത്ത് കാണുന്നില്ല. ബാക്കി എല്ലാവരും ഇവരുടെ പുറകെയാണ്. ഇവരുണ്ടാക്കുന്ന കോണ്ടന്റിൽ കയറി പിടിക്കുന്നതല്ലാതെ അവരായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇന്നലത്തെ ആ ഒരു വിഷയം എന്ന് പറയുന്നത്, ആര്യൻ്റെയും ജിസേലിൻ്റെയും പ്രശ്നം ഉണ്ടാകാനുണ്ടായ സാഹചര്യം, ആര്യൻ തെറി പറഞ്ഞത്. ആര്യൻ തെറി മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? അതായത് അനുമോളുടെ അമ്മയ്ക്ക് പറഞ്ഞതാണ്. ആര്യൻ അത് മാത്രമാണോ ചെയ്തത്? അല്ല. ലക്ഷ്മിയുടെ ഡ്രസ്സ് എടുത്ത് വലിച്ചെറിഞ്ഞു, അത് ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ന് അതൊക്കെ ചോദിക്കുമെന്ന് അറിയത്തില്ല. ഇന്നലെ അതൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഇന്നലെ ആകെ നിന്നത് അനുമോളുടെ ജിസേലിൻ്റെ വിഷയത്തിലാണ്. ഹൗസ്മേറ്റ്സിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു. അവർക്കിതിൽ എന്താണ് പറയാനുള്ളത്? ഒരാളെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്യൂ? ചെയ്യില്ല. കാരണം അതിനകത്ത് അനുമോൾ മാത്രമാണത് കണ്ടത്. അനുമോൾ പറഞ്ഞറിവ് മാത്രമാണ് മറ്റുള്ളവർക്കുള്ളത്. അവിടെ ആ കുട്ടി ഉറച്ചു നിന്നു. അതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അവിടെ ലാലേട്ടന് പോലും അവസാനം ഒന്നും മറുപടി പറയാനില്ല, ദേഷ്യപ്പെടുക മാത്രമേ നിവർത്തിയുള്ളൂ. അവിടെ ആരിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ വിഷയത്തിലല്ല. ആര്യൻ അവിടെ നല്ല പിള്ളയാണോ? ഒന്നുമല്ല. ജിസേൽ അവിടെ നല്ല പിള്ളയാണോ? ജിസേൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നല്ലതുണ്ട്. ജിസേൽ ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും ഓവർ ആക്ട് ചെയ്തില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അവർ നല്ലവരൊന്നും അല്ലല്ലോ. ഇനി വേറൊരു കാര്യം, ആര്യനും ജിസേലും മുംബൈ ബേസ്ഡ് ആൾക്കാരാണ്. ബോംബെ അല്ല കേരളം. കേരളത്തിൽ നടക്കുന്ന ഒരു ഷോയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ചോദിക്കും, നിങ്ങൾ സദാചാരം പറയുവാണെന്ന് ചോദിക്കും. ഒന്നുമല്ല. ഇവിടുത്തെ അമ്മമാരും അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീ പ്രേക്ഷകരായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളായിക്കോട്ടെ ഒക്കെ കാണുന്ന ഷോയാണ്.
അപ്പോൾ ആ ഷോയ്ക്കകത്ത് എങ്ങനെ വേണമെന്ന് നാഴികയ്ക്ക് 100 വട്ടം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. കുട്ടികൾ കാണുന്ന ഷോയാണ്, 3 തലമുറ കാണുന്ന ഷോയാണ്. അവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നിൽക്കണമെന്ന് കണ്ടസ്റ്റൻസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പരസ്പരം യാതൊരു ബഹുമാനമില്ലാത്ത കുറേ കണ്ടസ്റ്റൻസ്. ഇതൊക്കെയാണ് എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ആരും ചോദ്യം ചെയ്യുന്നില്ല, ജിസേലിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. അവിടെ ശരിക്കും അനുമോളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ വിഷയത്തെ അവർക്ക് ഒതുക്കണം. ബിഗ് ബോസ് എഡിറ്റ് ചെയ്യുന്ന വേർഷനാണ് നമ്മളിലേക്ക് എത്തുന്നത്. പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെങ്കിൽ എന്തിന് അനുമോൾ ഇത് പറയുന്നത് പുറത്ത് കാണിച്ചു? അനുമോൾ വന്ന് തട്ടി വിളിക്കുമ്പോൾ ഇവർ പുതപ്പിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് തലപൊക്കി നോക്കുന്നത് എന്തിന് പുറത്ത് കാണിച്ചു? ആ ദിവസമല്ല അനുമോൾ ഇത് കണ്ടതെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആര്യൻ പോയിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് തലയിൽ കൂടെ മൂടുന്നതും ആ ബെഡ്ഷീറ്റിൻ്റെ ഒപ്പം മറ്റേ ബെഡ്ഷീറ്റ് എടുത്ത് വലിച്ചിടുന്നതും കൈകൾ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഇന്നലെ കാണിച്ചില്ല. കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണം. ഇത് ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ ദേഷ്യപ്പെട്ടു, ലാലേട്ടൻ മാസായി, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തത് ഒട്ടും ശരിയല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി രണ്ടാമത്തെ വിഷയം, അപ്പാനി എങ്ങനെ പുറത്തു പോയി? അത്യാവശ്യം ഗെയിം കളിക്കുന്ന ഒരാളാണ് അപ്പാനി. പക്ഷേ അപ്പാനായിട്ട് നാവ് ശരിയല്ല, നാവ് ഒട്ടും ശരിയല്ല. നാവിൽ വരുന്ന വാക്കുകൾ 1 2 പ്രാവശ്യമല്ല അവിടെ തെറി പറഞ്ഞത്. അതിലെ തെറി പറഞ്ഞു. പിന്നെ ഈ അനുവിനെ തന്നെ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ കച്ചവടത്തെക്കുറിച്ച് പോലും മോശമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് അപ്പാനി ഉറപ്പായിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരാൾ തന്നെയാണ് ആ വിഷയത്തിൽ, ആ ഒരു കാര്യം വെച്ചിട്ട്. അല്ലാണ്ട് ഗെയിം കളിക്കുന്നില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇനി അപ്പാനി പോയപ്പോൾ മസ്താനി കാണിച്ച ചീപ്പ് ഷോ, മസ്താനെ തെറി പറഞ്ഞു. മസ്താനി ഒരു നല്ലൊരാളാണോ? മസ്താനിയുടെ നാവിൽ വരുന്ന വാക്കുകൾ എന്താണ്? മസ്താനി അവിടെ കിടന്ന് തുള്ളി ചാടുന്നു, താങ്ക് യു ബിഗ് ബോസ് നല്ലതാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. വെറും പട്ടി ഷോ. അത് ശരിയായൊരു കാര്യമല്ല. അവിടെ ശൈത്യയുടെ കരച്ചിൽ കണ്ടു, അത് അടുത്ത ഡ്രാമ. ഓരോരുത്തർ പോകുമ്പം ഇവർ പൂങ്കണ്ണീർ ഒഴുക്കുന്നു. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ആ കണ്ണീരുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അത് മാറാണ്, പരിപാടി കഴിഞ്ഞു. പിന്നെ അപ്പാനി പുറത്തേക്ക് വന്നു. വിഷമമുണ്ട്, കാരണം അപ്പാനി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പുറത്തേക്ക് വന്നതിൽ വിഷമമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ അവനവൻ്റെ നാവാണ് നമ്മളെ പലപ്പോഴും ചതിച്ചു കളയുന്നത്. നമ്മൾ നാവിനെ ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ട ഏരിയയാണ് ബിഗ് ബോസ്. അപ്പോൾ അവിടെ പോയിട്ട് തോന്നിവാസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കണ്ടതിൽ ഇപ്പോഴെന്നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗെയിമറായിട്ട് തുടക്കത്തിലൊരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേര് കളയാനായിട്ടാണ് അനീഷ് വന്നതെന്ന്. പക്ഷേ ഒരു ഗെയിമറായിട്ട് എനിക്ക് അവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അനീഷിനെ മാത്രമാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അനുമോളയാണ്. വേറെ ആരും ഇപ്പോൾ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല. ബാക്കിയെല്ലാം പുറകിൽ നിന്ന് കുത്തലും കുത്തിത്തിരിപ്പും ഇവർ രണ്ടുപേരും ചുറ്റിപ്പറ്റിയുള്ള കോണ്ടന്റുകൾ മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, നമ്മുടെ ഡ്രാമ ക്യൂൻ രേണുസുതി പുറത്തായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ രേണുസുതിയുടെ ഫാൻസുകാർ വന്നിട്ട് പഞ്ഞിക്കിടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരാൾ അവിടെ നിർത്തിയിരിക്കുന്നത്? ആവശ്യമില്ല. അത് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി. പിന്നെ ട്രോമ, പണ്ട് സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ട്രോമ, അത് ഇപ്പോൾ വീണ്ടും എനിക്കത് ഫേസ് ചെയ്യേണ്ടി വരുന്നു. സ്വന്തം മകൻ്റെ ബർത്ത്ഡേ അറിയാതെ പോയ സ്ത്രീ ഋതപ്പ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ അവിടെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഋതപ്പ എന്നൊരു വാക്ക് പോലും രേണുസുതി പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. ഇന്നലെ ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ലാലേട്ട എന്ന് പറയുന്നത്, അത് ഓർത്ത് വച്ചു. സ്വന്തം മകൻ്റെ ബർത്ത്ഡേ ഓർമ്മയില്ല. അല്ലെങ്കിൽ ആ സമയത്ത് നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഋതപ്പ എന്നൊക്കെ പറഞ്ഞ് ഒരു ഡ്രാമ അവിടെ കാണുമായിരുന്നു. പക്ഷെ അവർ ഓർത്തില്ല. ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു, അവർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മീഡിയക്കാരോ എനിക്ക് പുച്ഛം തോന്നുകയാണ്. രേണുസുതി പറയുന്നുണ്ട് എനിക്ക് വയ്യ, ഞാൻ പിന്നെ സംസാരിക്കാം. പിന്നെയും ഇവരവിടെ പിടിച്ചു നിർത്തി ചോദ്യങ്ങൾ ഇടിച്ച് ചോദിപ്പിച്ചു. അപ്പോഴൊക്കെ അവർ പറയുന്നുണ്ട് എനിക്ക് വയ്യ, നമുക്ക് പിന്നെ സംസാരിക്കാം, എനിക്ക് ട്രോമയായിരുന്നു, ഞാൻ അവിടെ നിന്ന് അതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. രേണുസുതി മനസ്സാലെ ഇറങ്ങി വന്നതല്ലല്ലോ. അത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും. നിങ്ങളുടെ ഡ്രാമ എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിലുണ്ടാവും. എനിക്ക് പോകണം, എനിക്കിവിടെ മടുത്തു, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, വെള്ളിയാഴ്ചയും നിങ്ങൾ പറഞ്ഞു. പക്ഷേ വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കുമ്പോഴേക്കും അല്ല ലാലേട്ട, അത് ഞാൻ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, പക്ഷേ ഇപ്രാവശ്യം പണി പാളി. പുറത്തെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പോലും ലാലേട്ടൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു, ലാലേട്ടൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ അവിടെ നിർത്തുമായിരുന്നു ചിലപ്പോൾ. പക്ഷെ അപ്പോഴും നിങ്ങൾ ചാടി എഴുന്നേറ്റ് പോകാൻ റെഡിയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി പുറത്ത് വന്നത് നല്ല കാര്യം, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കണ്ടറിയണം രേണുസുതി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. രേണുസുതി അല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിൽ ഇന്നലെ നടന്നത്. എനിക്ക് അതിനകത്ത് അനുമോളോട് മാത്രമായിട്ട് ദേഷ്യപ്പെട്ട കാര്യത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അനുമോൾ മാത്രമല്ല അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ തെറ്റുകൾ ചെയ്ത ആൾക്കാർ. അനുമോൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് ജിഷൻ ആ ഒരു ഡെമോ കാണിക്കാൻ പറഞ്ഞത് അതിലും വലിയ തെറ്റാണ്. മസ്താനി അതിന് കൂടെ ഈ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കിടക്കാൻ ഡെമോ കാണിക്കാൻ വേണ്ടി കൂടെ പോയി കിടന്നത് അതിലും വലിയ തെറ്റാണ്. ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ അക്ബർ ചെയ്യുന്നതും ആര്യൻ ചെയ്യുന്നതും രണ ഫാത്തിമ ചെയ്യുന്നതും ഇവരൊന്നും ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ജിസേൽ ഇവരൊന്നും ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അക്ബറും ഷാനവാസ് തമ്മിലുള്ള പ്രശ്നം, ഷാനവാസിനും രണ ഫാത്തിമയ്ക്ക് ഇന്നലെ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഈ ഒരു വീക്കിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല, അത് അവരുടെ പണിഷ്മെൻ്റ് ആണ്. പക്ഷേ
അക്ബറിനോട് ചോദിക്കാമല്ലോ, അക്ബർ എന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന്. ഒന്ന് പറയേണ്ടതിന് ദേഷ്യപ്പെടുകയാണ്. അതായത് ഇവരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നമായിരിക്കും, അതുപോലൊരു പ്രശ്നം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമ്പോൾ പിന്നെ പൊട്ടിത്തെറിയാണ്. ഇപ്പം അക്ബർക്ക് ഇത്രയൊക്കെ ഷൗട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? വെസലിൽ പാത്രങ്ങൾ നടക്കുന്നു, അത് ക്ലീൻ ചെയ്തിട്ടില്ല. നെവിനോടൊന്ന് മാന്യമായിട്ട് പറഞ്ഞാൽ പോരെ, നെവിനെ അതൊന്ന് പറയും, ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മോശമാണ്, നാളെ തിരുവോണം അല്ലേ എന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞൂടെ? അതേസമയം നെവിനോട് വന്ന് ഷൗട്ട് ചെയ്യുന്നു, നെവിൻ്റെ ബെഡ്ഷീറ്റ് പിടിച്ച് വലിക്കുന്നു. എന്താണിത്? ഇവരൊക്കെ വീട്ടിലിങ്ങനെയാണോ? അവനവൻ്റെ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നതല്ലേ പറയുന്നത്. അപ്പോൾ അക്ബറിൻ്റെ ഓവർ റിയാക്ടിങ് ഭയങ്കര മോശമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര മോശം. അത് ചോദ്യം ചെയ്യുന്നില്ല. അവിടെ അക്ബറിനൊക്കെ പാമ്പർ ചെയ്യാണ്. അവിടെ എനിക്ക് തോന്നുന്നു അക്ബർ, ജിസേൽ, അതുപോലെ ആര്യനൊക്കെ എന്താണ് കാണിക്കുന്നത്? വളരെ മോശം ആക്ടിങ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ആര്യൻ കാണിച്ചു കൂട്ടിയത്. വളരെ മോശം. ഒരാളുടെ അമ്മയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതെന്താ ചോദിക്കാത്തത്? ആര്യൻ ആ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാണല്ലോ ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയത്തിൽ അനുമോൾ ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അലിഗേഷൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്വന്തം അമ്മയ്ക്ക് വിളിക്കുന്നത് ആരും കേട്ട് നിൽക്കില്ല. അതുകൊണ്ട് അവനെതിരെ തിരിച്ചടിച്ചു. അതിൽ ആ കുട്ടി ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ സമ്മർ മീഡിയയുടെയും അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളുടെയും വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ബോക്സ്, സാധാരണ ഇതുപോലെ അലിഗേഷൻ ഉണ്ടായിട്ട് അത് കള്ളമാണ് എന്ന് പുറത്ത് അറിയുമ്പോൾ, ചോദ്യം ചെയ്യപ്പെട്ട് പുറത്തത് കള്ളമാണ് എന്ന് വരുമ്പോൾ ചാനലുകളുടെ താഴെയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നിറയെ ആ വ്യക്തിക്ക് എതിരായിട്ടുള്ള കമൻറ്റുകളായിരിക്കും വരുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ കണ്ടെടുത്തോളം കംപ്ലീറ്റ് കമൻറ്റും ഒരു 90% കമൻറ്റും പോസിറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. ഇവരുടെയൊക്കെ ചാനലുകളിൽ താഴെ വന്ന കമൻറ്റ്സ് 90% പോസിറ്റീവായിരുന്നു. അനുമോൾ നിന്ന നിലപാട്, ആ നിന്ന നിൽപ്പ്, ആ ചിരിച്ചോട് നിന്നത്, ഉള്ളിൽ സങ്കടം ഉണ്ടാവും, ഉള്ളിൽ വിഷമമുണ്ടാവും. എനിക്ക് അനുമോൾ ചെയ്തൊരു കാര്യത്തിൽ എതിർപ്പുള്ളത്, ഞാൻ TRP കൂട്ടാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് തരുന്ന സാലറിക്കുള്ള പണി ഞാനിവിടെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഒട്ടും ശരിയല്ല. അത് ഞാൻ യോജിക്കുന്നില്ല. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അനുമോൾ ചിലപ്പോൾ മറ്റേ പ്രോഗ്രാമിന് പോയി, ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ പോയി പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ കിട്ടുന്ന കാശിന് പണിയെടുക്കുമ്പോൾ അത് ഓക്കെ ഫൈൻ, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഗെയിം ഷോ ആണ്. ഇവിടെ നിങ്ങൾ കളിക്കാൻ വന്നവരാണ്, കളിച്ചിട്ട് പോകാന്നുള്ളതാണ്. അത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമാണ്. ബിഗ് ബോസിന് ഇപ്പോൾ അനുമോൾ വേണമെന്നോ അല്ലെങ്കിൽ അനീഷ് വേണമെന്നോ അല്ലെങ്കിൽ ഷാനവാസ് വേണമെന്നോ യാതൊരു നിർബന്ധമില്ല. അവർക്കൊരാളെ വിന്നറാക്കിയാൽ മതി. അതിപ്പോൾ ഇന്ന ആൾ തന്നെ വേണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പം അവരുടെ TRP കൂട്ടാൻ അവർക്കറിയാം. അതിന് നിങ്ങൾ പോയിട്ട് അവിടെ അതിന് വേണ്ടി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി കളിക്കുക. ആ ഒരു കാര്യത്തിൽ എനിക്ക് അനുമോളോട് വിയോജിപ്പുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അനുമോൾ ബ്രില്യൻ്റ് ആണ്. എവിടെ കൊട്ടിയാൽ എവിടെ കൊള്ളും എന്ന് അനുമോൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മസ്താനയുടെ ചീപ്പ് ഷോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടറിയാം. മസ്താനയെ വലിച്ചു കീറുന്നുണ്ട്. അതുപോലെ അക്ബറിനെയും ആര്യനെയും മറ്റുള്ളവരെയും ഇന്ന് പൊരിക്കുമെന്നൊക്കെ കണ്ടറിയണം. പക്ഷേ പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന വാക്ക് ഞാൻ തൽക്കാലം മാറ്റിവെക്കുന്നു. പ്രമോയിൽ കാണിച്ച പോലെ തന്നെയാണ് ഇന്നലെ ലാലേട്ടനോട് പെർഫോം ചെയ്തത്. അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം അവർക്ക് വലിയൊരു സംഭവമായിട്ട് മാറ്റാൻ പറ്റില്ല. അത് അവരുടെ ഷോയെ ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർത്തത്. അങ്ങനെ നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ഇത്രയൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും അനുമോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വീഡിയോകൾ ചെയ്യാം. ഇനി കഴിയുന്ന സമയങ്ങളിലൊക്കെ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.